പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വന്നെങ്കിലും കപ്പലുകൾക്ക് വൻ ഭീഷണിയാണിപ്പോഴും കടൽ മൈനുകൾ. ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുന്നതിന് 6 മാസത്തെയെങ്കിലും സമയം വേണ്ടിവരുമെന്നാണ് പെന്റഗൺ വ്യക്തമാക്കുന്നത്. അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ പൂർണ്ണമായി കീഴടങ്ങിയെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റർമാർക്കു മുന്നിൽ ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ യുദ്ധം അവസാനിച്ചത് തങ്ങളുടെ രാജ്യത്തെ ജനതയുടെ ഐക്യത്തിന്റെ ഫലമായെന്നാണ് ഇറാന്റെ അവകാശവാദം. വിനോദ്, ഹോർമുസ് എങ്ങനെ പഴയ പടിയിലാവും? എന്നാൽ മാത്രമേ നമ്മുടെ ഇന്ധന പ്രതിസന്ധി അടക്കം ലോകക്രമങ്ങളെ പൂർണ്ണമായും പഴയ തോതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. പക്ഷേ അതിന് താമസമുണ്ടാകുമെന്നാണ് സാഹചര്യം. എന്താണ് ഇത് സംബന്ധിച്ചുള്ള നിലവിലെ അവസ്ഥ? ഒപ്പം തന്നെ ട്രംപിൻ്റെ അവകാശവാദം. സൈത്ത്, ഹോർമുസ് തുറന്നെങ്കിലും ഇപ്പോഴും പ്രതിസന്ധി മാറിയിട്ടില്ല. കാരണം കടൽ മൈനുകൾ തന്നെയാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇറാൻ അവരുടെ സുരക്ഷയെ മുൻകരുതിയും ഒപ്പം തന്നെ അമേരിക്കൻ സൈന്യത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ മൈനുകൾ സ്ഥാപിച്ചത്. അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ അപകട ഭീഷണിയായി ഈ മൈനുകൾ അവശേഷിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും മാറ്റുന്നതിന് ഏതാണ്ട് 6 മാസമെങ്കിലും സമയം വേണ്ടിവരുമെന്നാണ് പെന്റഗന്റെ ഔദ്യോഗികമായ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇറാനാകട്ടെ പൂർണ്ണമായും ഈ മൈനുകൾ നിക്ഷേപിച്ച സ്ഥലങ്ങൾ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുമില്ല. ഇങ്ങനെ ഒരു ധാരണാപത്രം വന്നിട്ടുണ്ടെങ്കിലും സമാധാന കരാറുമായി ബന്ധപ്പെട്ടൊരു ഒപ്പിടൽ നടന്നെങ്കിലും 60 ദിവസത്തെ മറ്റൊരു ചർച്ച കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും ഈ അന്തിമമായ ധാരണയിലേക്ക് പോവുക. പക്ഷേ അതിനിടയിൽ ഒരുപക്ഷെ അമേരിക്കയുടെ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഇപ്പോഴും ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സീ മൈനുകളുടെ കാര്യത്തിൽ എല്ലാ വിവരങ്ങളും അമേരിക്കയ്ക്ക് കൈമാറാത്തത്. ഇപ്പോൾ അമേരിക്ക സ്വന്തം നിലയ്ക്ക് ഈ മൈനുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സേനാ വിഭാഗങ്ങളുടെ ഒരു പരിശ്രമമാണ്. പക്ഷേ 6 മാസത്തിൽ കൂടുതൽ സമയം ഇതിന് വേണ്ടിവരുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം സമാധാന ചർച്ചയ്ക്ക് നൽകിയിട്ടുള്ള ദിവസം 60 ദിവസം മാത്രമാണ്. അതിനുള്ളിൽ മറ്റൊരു കരാറിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കരാറിലേക്ക് പോയിട്ടില്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ മൈനുകൾ സ്ഥാപിക്കേണ്ടി വരുമെന്ന ഒരു സാഹചര്യം ഇറാന് മുന്നിലുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാകണം അവർ ഈ മൈനുകൾ സംബന്ധിച്ച പൂർണ്ണമായ വിവരം അമേരിക്കയ്ക്ക് കൈമാറുന്നില്ല. പക്ഷേ എണ്ണക്കപ്പലുകളുടെ സഞ്ചാരം ഇത് ദുർഘടമാക്കുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ച് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണിത് സ്ഥാപിച്ചിട്ടുള്ളതെങ്കിലും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ വാണിജ്യപരമായ നീക്കങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് ഈ ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നത്. US സെൻട്രൽ കമാൻഡിൻ്റെ നേതൃത്വത്തിൽ ഇത് നീക്കം ചെയ്യാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിന് കാലതാമസം നേരിടും എന്നത് വ്യക്തമായൊരു കാര്യമാണ്. മാത്രമല്ല ഈ കരാറുമായി ബന്ധപ്പെട്ട് തന്നെ പല തർക്കങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഹോർമുസിലെ പരമാധികാരം എന്നതാണ് ഇറാൻ്റെ ആവശ്യം. അവിടെ ചുങ്കം എന്ന ഒരു താല്പര്യം അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ടാക്സ് പിരിക്കുക എന്നത്. പക്ഷേ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലയിലാണ് അമേരിക്ക നേരത്തെ നിലപാടെടുത്തിരുന്നത്. അതോടൊപ്പം തന്നെയാണ് അമേരിക്ക നൽകുന്ന സാമ്പത്തിക സഹായം, അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഇറാൻ ചെലവിടണം എന്ന് US ആവശ്യപ്പെട്ടു. പക്ഷേ അത് കഴിയില്ല എന്ന കാര്യം ഇറാൻ പറയുന്നു. മാത്രമല്ല ഈ യുദ്ധം അവസാനിച്ചതിൽ 2 കൂട്ടരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റർമാരുടെ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് അമേരിക്കയ്ക്ക് മുന്നിൽ പൂർണ്ണമായി ഇറാൻ അടിയറ പറഞ്ഞു, അതുകൊണ്ട് അമേരിക്കയുടെ സമ്പൂർണ്ണമായ വിജയമാണ് ഉണ്ടായതെന്ന ഒരു അവകാശവാദം ട്രംപ് നടത്തുമ്പോൾ അങ്ങനെയല്ല, ഇറാൻ ജനതയുടെ ഐക്യമാണ് ഇങ്ങനെ ഒരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. അമേരിക്കയും ഇസ്രയേലും ശ്രമിച്ചത് ഇറാനിൽ ആഭ്യന്തര കലഹം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ആ ജനങ്ങൾ ഒരുമിച്ച് നിന്നതുകൊണ്ട് ഇറാന് ആത്യന്തികമായ വിജയം ഉണ്ടായെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇങ്ങനെ പല കാര്യങ്ങളിലുള്ള തർക്കങ്ങൾ. അതോടൊപ്പം തന്നെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിയുടെ പ്രതിനിധികൾ കടന്നു ചെല്ലുമെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോൾ അങ്ങനെ ആരെയും അതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് ഇറാൻ്റെ പ്രതിനിധികൾ പറയുന്നു. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ സീ മൈനുകൾ അപകടകരമായ നിലയിൽ നിലകൊള്ളുന്നത്. മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കൂടി ഭീഷണിയായി ആ മൈനുകൾ ഉള്ളത്. അത് പൂർണ്ണതോതിൽ ഉടനെ മാറ്റാൻ കഴിയുന്ന സാഹചര്യവും ഇല്ല. സജിത്ത്, ഹോർമുസ് പഴയ പടിയാവാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും, സമയമെടുക്കും. സീ മൈനുകൾ വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.